നമ്മുടെ നിത്യതയിലെ മക്കളും ഞാനും അടങ്ങുന്ന ഒരു 10 വർഷത്തെ യാത്രയുടെ തൊട്ടു മുൻപ് എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങളുടെ ഓൺലൈൻ ബാച്ചിൻ്റെ ഈ രംഗപൂജയും അരങ്ങേറ്റവും ഇത്രയും പരിപാവനമായ ഒരു സന്നിധിയിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഒരുപാട് വിശേഷങ്ങൾ അന്ന് അവിടെ വേദിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് യാതൊന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഏവർക്കും നൃത്തം കണ്ടൊരു സന്തോഷമായിരുന്നു. പ്രതീക്ഷിച്ചതിലും അതീതമായുള്ള അവതരണ ഭംഗി, ഒരുപാട് നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിയത്. നിത്യതയിലെ ജൂനിയർ മക്കളും സീനിയർ മക്കളും ഓൺലൈൻ ബാച്ചും ചേർന്ന് 55 സ്റ്റുഡൻസോളം ചേർന്ന് നടത്തിയ പ്രോഗ്രാമിൻ്റെ അങ്ങും ഇങ്ങും ഒരല്പം വീഡിയോസ് മാത്രമാണ് കിട്ടിയത്. ഞങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വ്യക്തമായ വീഡിയോസ് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് വരും. അപ്പോൾ കൂട്ടുകാരെ, എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു മികച്ച വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉറപ്പായിട്ടും അത് അവതരിപ്പിക്കും. പിന്നെ കിട്ടിയ ഷോട്ടുകൾ തന്നെ റിപ്പീറ്റായിട്ട് ഇടുന്നത് മോശമല്ലേ? നമ്മുടെ നിത്യതി മക്കൾ എനിക്ക് നൽകിയ ഗുരുദക്ഷിണയിൽ വലിയൊരു നടരാജ വിഗ്രഹവും ഒരു പാദസരവും ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ സമ്മാനങ്ങളായിരുന്നു. തുടർന്ന് ഞങ്ങളെല്ലാ ജോലികളും തീർത്ത് അവിടെ എല്ലാം വൃത്തിയാക്കി ഒരു ലോഡ് പണിയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പോലും 2 ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സുകൾ നഷ്ടമായി പോയി. കുട്ടികളെല്ലാം മേക്കപ്പ് അഴിച്ച്, നമ്മുടെ ജൂനിയർ ബാച്ചൊക്കെ താഴെയായിരുന്നു മേക്കപ്പ്, അവരുടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരെല്ലാം നേരത്തെ തന്നെ ക്ലിയറായി ഫുഡൊക്കെ കഴിച്ച് വാഹനത്തിലേക്ക് പോയായിരുന്നു. ഞങ്ങൾ രാത്രി ഏതാണ്ട് ഒരു 9:30 കഴിഞ്ഞപ്പോഴാണ് എല്ലാം ഒന്ന് ക്ലിയറായിട്ട് ഇറങ്ങിയത്. പിന്നെ തിരിച്ചുള്ള യാത്രയിൽ മുഴുവൻ അടിച്ചുപൊളിയും ബഹളവും ചിരിയും ഡാൻസും ഒക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ വണ്ടിയിൽ അല്പം കുറച്ചായിരുന്നു കേട്ടോ. കാര്യം ഞങ്ങളുടെ ചെറിയ വണ്ടിയായിരുന്നു. മറ്റേ ബസ്സിലായിരുന്നു ഏറ്റവും ബഹളമൊക്കെ ഉണ്ടായിരുന്നത്. ദൈവാധീനം കൊണ്ട് എല്ലാം വളരെ മികച്ച രീതിയിൽ നടന്ന സന്തോഷത്തിൽ ഞങ്ങളെല്ലാം തിരികെ എത്തി. പുലർച്ചെ ഏതാണ്ട് 6 മണി കഴിഞ്ഞപ്പോഴാണ് തിരികെ എത്തിയത്. അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു.